നമ്മുടെ ഗൂഗിൾ പേയിലൂടെ നമുക്കെങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ DTH റീചാർജ് ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കിത് കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ മൊബൈലിലുള്ള ഗൂഗിൾ പേ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഹോം പേജിലേക്കാണ് എത്താനായിട്ട് കഴിയുക. അപ്പോൾ ഈ പേജിൽ ചുവടെയായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ആൻഡ് ബിൽസ് എന്നുള്ളൊരു ഭാഗം കാണാനായിട്ട് കഴിയും. അതിന് ചുവടെ കുറച്ചധികം ഓപ്ഷൻസും കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിൽ ആദ്യമായിട്ടുള്ള ബിൽസ് എന്നുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. ആ ഓപ്ഷൻ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു പേജിലേക്ക് എത്തും. അപ്പോൾ ഇവിടെയും ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ മൂന്നാമതായിട്ട് വരുന്ന DTH ഓർ കേബിൾ TV എന്നുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ DTH ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പേജിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ DTH കണക്ഷൻ ഏതാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. എൻ്റെ ഇതിപ്പോൾ ഇവിടെ ടാറ്റാ സ്കൈ ആണ് വരുന്നത്. ആ ഓപ്ഷൻ കൃത്യമായിട്ട് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ നമുക്ക് നിലവിൽ പേയ്മെൻറ്റിനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതായത് നമ്മുടെ അക്കൗണ്ട് നമ്മളിവിടെ ഗൂഗിൾ പേ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്മളിവിടെ ഗൂഗിൾ പേ ആയിട്ട് ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് മുകളിൽ ഇത്തരത്തിൽ നോ അക്കൗണ്ട് ലിങ്ക്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുവടെ ലിങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ വന്നതായിട്ട് കാണാം. ആ ഓപ്ഷൻ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ളൊരു പേജിൽ അവർ നിങ്ങളോട് നിങ്ങളുടെ സബ്സ്ക്രൈബർ ID അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അതിന് ചുവടെ അക്കൗണ്ട് നെയിം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾ നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യണമെന്നില്ല. അത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചുവടെ ലിങ്ക് അക്കൗണ്ട് എന്നുള്ള ആ ബ്ലൂ കളറിലുള്ള ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റിവ്യൂ കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം ചുവടെയുള്ള ലിങ്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഒരു തവണ കൂടി നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുന്നതോടെ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ഗൂഗിൾ പേ ആയിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ റീചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റീചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ചുവടെ വലതുവശത്തായിട്ടുള്ള പേ എന്നുള്ള ഓപ്ഷൻ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് പ്ലാനാണോ ആവശ്യമായിട്ടുള്ളത്, അതായത് റീചാർജ് ചെയ്യാനായിട്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം അവർ നിങ്ങളുടെ UPI പിൻ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയും. അതുകൂടി കൃത്യമായിട്ട് എൻ്റർ ചെയ്യുന്നതോടെ നമ്മുടെ റീചാർജ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആകുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.